തുടക്കത്തിലെ കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസിലെ ASI അഗസ്റ്റിൻ അസമയത്തും അസ്ഥാനത്തും വലിഞ്ഞു കയറി എല്ലാം തകിടം മറിക്കാൻ നോക്കിയ മുൻ ക്രൈംബ്രാഞ്ച് SP KT മൈക്കിൾ, IG ജോസഫ് തോമസ്, അഡീഷണൽ പ്രോസിക്യൂഷൻ ഡയറക്ടർ KC പീറ്റർ, റിട്ടയർഡ് IPS ആയ ഹമീദ്, മെഡിക്കോ ലീഗൽ വിദഗ്ധൻ B ഉമാദത്തൻ, മുൻ DGP KJ ജോസഫ്, പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജൻ C രാധാകൃഷ്ണൻ, കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് SP കുഞ്ഞുമൊയ്തീൻകുട്ടി, മുൻ CBI SP N ത്യാഗരാജൻ, DYSP RK അഗർവാൾ, അഡ്വക്കേറ്റ് അജി ജോസഫ്, ഡോക്ടർ മാലിനി, ഇവരെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ്. കേസിൻ്റെ അന്വേഷണ ഘട്ടങ്ങൾ ഓരോ പ്രാവശ്യവും ജുഡീഷ്യറിയുടെ ഇടപെടൽ ആണ് ഏറ്റവും നിർണായകമായി തീർന്നത്. CBI 3 വട്ടം കേസ് എഴുതി തള്ളാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഇവിടെ അഭയ കേസ് എന്ന ദുരഭിമാന കൊലയെക്കുറിച്ചുള്ള അന്വേഷണത്തിന് അന്ത്യം കുറിക്കാൻ CBI എടുത്ത 19ാമത്തെ അടവും നിലംപരിശാക്കിയ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാരായ ബഹുമാനപ്പെട്ട ഉത്തരൻ, രഘുനാഥ്, ആന്റണി മൊറൈസ് എന്നിവരോട് നീതിബോധമുള്ളവർ ശരിക്കും കടപ്പെട്ടിരിക്കുന്നു. അത് കൊലപാതകമാണിതെന്ന് കണ്ടെത്തിയതിന് ശേഷം പോലും പ്രതിയെ പിടികൂടാൻ കഴിയുന്നില്ല, കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് CBI 3 പ്രാവശ്യം കേസ് എഴുതിത്തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചപ്പോഴും ആ 3 ഘട്ടങ്ങളിലും കോടതി അതിന് വിസമ്മതിക്കുകയാണ്. അതൊരു ഈ കേസിൻ്റെ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെയധികം ഒരു മുന്നോട്ടുള്ള പോക്കിന് സഹായിച്ചിട്ടുണ്ട് ജുഡീഷ്യറിയുടെ നീക്കങ്ങൾ എന്ന് പറയാൻ എനിക്ക് കഴിയും. CBI നാർക്കോ പരിശോധനയ്ക്ക് ശേഷം അതിൻ്റെ റിപ്പോർട്ട് പുറത്തേക്ക് വിടാൻ വിസമ്മതിച്ച ഘട്ടത്തിലാണ് വീണ്ടും തോമസ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അവിടെ നിന്ന് ആരംഭിച്ചതാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. അങ്ങനെ ആണ് പ്രതികളെ പിടികൂടുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. ഈ കാര്യത്തിലേക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരെ നയിക്കുന്ന രീതിയിൽ CBIയെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നതിൽ ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ അവർ അങ്ങേറ്റം ഒരു വളരെ വളരെ നല്ല ഒരു സമീപനം കൈക്കൊണ്ടിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു ഘട്ടത്തിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പയസ്റ്റൻസ് ഹോസ്റ്റലിൽ ലോക്കൽ ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി ഒരു ഓർഡർ കൊടുത്തപ്പോൾ ആ ഓർഡറിനെ സ്വമേധയാ കേസെടുത്തുകൊണ്ട് പയസ്റ്റൻസ് ഹോസ്റ്റലിലുള്ള ലോക്കൽ ഇൻസ്പെക്ഷൻ CJM തന്നെ നടത്തുന്ന ലോക്കൽ ഇൻസ്പെക്ഷൻ നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡർ ഹൈക്കോടതി. അഭയ കേസിൽ ഏറ്റവും ദുഃഖകരമെന്ന് പറയാവുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു, താങ്കൾ പറഞ്ഞ പോലെ, ഒരു വിക്ടിമിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയാണത്തിൽ ഏറ്റവും ദുഃഖകരമായൊരവസ്ഥ വിക്ടിമിൻ്റെ ഭാഗത്തുള്ളവർക്ക് ഉണ്ടാക്കിയത് ഹൈക്കോടതിയിലെ ആ ഒരു വിധിന്യായമായി. കാരണം ഒരു സിംഹസർ പോലും
ഇല്ലാത്ത ഘട്ടത്തിലേക്ക് പോയ ഒരു കേസാണിതെന്ന് അർത്ഥം. കാരണം കേസിൻ്റെ ആദ്യഘട്ടം മുതൽ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം അന്ന് ക്രൈംബ്രാഞ്ച് SP ആണ്. അദ്ദേഹം അന്ന് രാവിലെ തൊട്ട് തന്നെ ഈ കേസിനെ ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു എന്നുള്ളതിന് ഇഷ്ടംപോലെ തെളിവുകൾ CBI തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. അങ്ങനൊരു കേസിലാണ് ഇത്തരത്തിലുള്ളൊരു ഓർഡർ കൊടുക്കുകയും ലോക്കൽ ഇൻസ്പെക്ഷൻ നടത്തി അവിടെ സ്ഥലപരിശോധന നടത്താനായിട്ടുള്ള CJMൻ്റെ ഏറ്റവും നിരുപദ്രവമായൊരു ഓർഡർ അത് ഹൈക്കോടതി വേണ്ടെന്ന് നോക്കുകയും പിന്നീട് ഈ സംഭവ ദിവസം കാലത്ത് അന്നത്തെ കേരളത്തിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ആൾ, ഇന്ന് അദ്ദേഹം സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജാണ്, ജസ്റ്റിസ് സിറിയക് ജോസഫ്. അദ്ദേഹം അന്ന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന സമയത്ത് സംഭവ ദിവസം കാലത്ത് തന്നെ അദ്ദേഹം ഫയർസ്റ്റൺത്ത് ഹോസ്റ്റലിലെത്തിയിരിക്കും. പക്ഷെ എന്തുകൊണ്ട് ഇദ്ദേഹം അങ്ങനെ പോയി? അപ്പം അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു ആ കേസിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിൽ ഇരകൾക്ക് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയും പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയും ആണെന്നുള്ള നിലയിൽ ഞാൻ പറയാൻ പാടില്ല ഇപ്പോൾ. കാരണം ഇപ്പോൾ കേസ് സബ് ജുഡീസായി നിൽക്കുകയാണ്, വിചാരണ വരാൻ പോകുന്നു. അപ്പോൾ അത് എങ്ങനെയായി തീരണം, എങ്ങനെ വിധി വരണം എന്നുള്ള പ്രതീക്ഷകൾ വളരെയധികം ഉണ്ട്. കാരണം അത്ര ശക്തമായ തെളിവുകളൊക്കെ അവർ സമാഹരിച്ചിട്ടുണ്ട്. ഏറ്റവും കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ജഡ്ജിയുടെ മുമ്പിൽ ആണ് ഇതിന്